ഹായ് ഫ്രണ്ട്സ്, ചുവന്നുള്ളി മാത്രം വെച്ച് ഒരു കറി ഉണ്ടാക്കാം. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ചുവന്നുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. അതൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഏകദേശം ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഈ കറിക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തക്കാളിയോ അതുപോലെ വേറെ ഇൻഗ്രീഡിയൻസ് കഷ്ണങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് ഈ ചെറിയുള്ളി മാത്രം മതി. ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. എന്നാലും അതിൻ്റെ അകമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. പുളി കുറച്ച് പിഴിഞ്ഞ് വയ്ക്കണം. അതുപോലെ കുറച്ച് ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് അത് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഒരു ചീനച്ചട്ടി വെച്ചു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് തേങ്ങ അതിലിട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. അതിലേക്ക് കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ജീരകം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായി മൊരിഞ്ഞ് വരുന്നവരെ അതുപോലെ വറുത്തെടുക്കുക. എന്നിട്ട് അത് അരച്ച് വയ്ക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം. അത് കറിക്ക് ഒരു കളറും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വറുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിലേക്ക് നന്നായിട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഗ്രേവി ആക്കാം. അതുപോലെയായി കിട്ടും. ഒന്നും കൂടെ ആ ഗ്രേവിയിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് വേവണം. അതിന് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ചും കൂടെ ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് വേണം ഒന്നും കൂടെ വേവിച്ചെടുക്കാൻ. അടച്ചു വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം അതുപോലെയായി കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കടുക് പൊട്ടിച്ച് വയ്ക്കാം. അതിന് എണ്ണയിൽ കുറച്ച് കടുക്, വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ട് നല്ല ടേസ്റ്റ് കിട്ടും. അതുപോലെ വറവിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വിളമ്പി ഉപയോഗിക്കാം. നല്ല അടിപൊളി കറിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.